ഇനി നമുക്കൊരു കർഷകനെ പരിചയപ്പെടാം. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തി മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് കാസർഗോഡ് മഞ്ചേശ്വരം പാവൂർ സ്വദേശി ഷാജു മുളവന. കൃഷിയിടവും കാഴ്ച നിൽക്കുന്ന പഴവർഗ്ഗങ്ങളും കാണാൻ ഒരുപാട് പേരാണ് ഇവിടേക്ക് എത്തുന്നത്. നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ് പലരും കൃഷിയിൽ നിന്ന് പിന്തിരിയുമ്പോൾ പുതിയ തരം കാർഷിക പരീക്ഷണങ്ങൾ നടത്തുന്ന ഷാജു മുളവനെ എന്ന കർഷകൻ കൃഷിയുടെ നല്ല പാഠങ്ങൾ പകർന്നു നൽകുകയാണ്. അമേരിക്കയിലെ പ്രവാസ ജീവിതം മതിയാക്കി മണ്ണിൽ പൊന്നു വിളയിക്കാനെത്തിയ ഷാജു മുളവന മഞ്ചേശ്വരം മൊർത്തണ പാവൂരിൽ 43 ഏക്കർ സ്ഥലത്താണ് പുതിയൊരു കാർഷിക വിപ്ലവത്തിന് തുടക്കമിട്ടത്. കണ്ണൂർ ആലക്കോട് സ്വദേശിയായ ഷാജു കർണാടക ബെൽത്തങ്ങാടിയിൽ സ്വന്തമായി സ്ഥലം വാങ്ങിയാണ് കൃഷി തുടങ്ങിയത്. വർഷങ്ങളോളം അവിടെ കൃഷിയുമായി ജീവിച്ച അദ്ദേഹം 40 ഏക്കർ വാങ്ങി കൃഷി വ്യാപിപ്പിക്കുകയായിരുന്നു. ഇവിടെ അപൂർവമായി കാണുന്ന പഴവർഗ്ഗങ്ങൾ വരെയുണ്ട്. റബ്ബറും റംബുട്ടാനും പപ്പായയുമാണ് പ്രധാന ഇനങ്ങൾ. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന തരത്തിലാണ് ഷാജുവിന്റെ തോട്ടത്തിലെ പഴവർഗ്ഗങ്ങൾ കായ്ച്ചു നിൽക്കുന്നത്. 4 ഏക്കറിൽ 2.5 അടിയോളം ഉയരത്തിലുള്ള പപ്പായച്ചെടിയിൽ ഇടതൂർന്ന് പപ്പായ കായ്ച്ചു നിൽക്കുന്നതാണ് ഏറെ കൗതുകം. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് ഇത്. 16 ഏക്കറിൽ റംബുട്ടാനും കൂടാതെ മിൽക്ക് ഫ്രൂട്ടും നോണി ഫ്രൂട്ടും കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ വന്ന് ഞാൻ ആദ്യം റബ്ബറാണ് ഫുള്ളായിട്ട് കൃഷി ചെയ്തത്. റബ്ബറിൽ വെട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ വിലക്കുറവും പിന്നെ കൂലി വർധനവുമൊക്കെ ആയിട്ട് അത് വർക്കൗട്ടാകാത്തതുകൊണ്ട് ഞാനൊരു പരീക്ഷണാർത്ഥം ഒരു 10 ഏക്കർ റബ്ബർ കട്ട് ചെയ്തിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്തു. അതിൻ്റെ കൂടെ പപ്പായും കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പപ്പായി നോക്കിയപ്പം നല്ല ആദായകരമാണ്. ഇവിടെ നല്ലപോലെ പപ്പായി നല്ലപോലെ പിടിക്കുന്നുണ്ട്. വേറെ കേടുകളൊന്നുമില്ല. ഇതൊന്നൊരു കയ്യിൽ നിന്ന് ശരാശരി നമുക്ക് ഒരു 1.5 ക്വിൻ്റൽ 2 ക്വിൻ്റൽ കിട്ടുമെന്നാണ് പുറത്തുനിന്ന് എനിക്ക് ആദ്യം കിട്ടിയ വിവരം. പക്ഷേ അത് വെച്ച് ഇപ്പം നോക്കുമ്പോഴത്തേക്ക് പിടിച്ച് തന്നെ കിടക്കുന്ന തന്നെ ഒരു 1.5 ക്വിൻ്റലോളം ഉണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷി. വിളവെടുത്ത പപ്പായ കേരളത്തിലും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലുമാണ് ആവശ്യക്കാരെങ്കിലും മൊത്തവിതരണക്കാർ തോട്ടത്തിലെത്തി നേരിട്ടും കൊണ്ടുപോകുന്നുണ്ട്. കൃഷിയിൽ ഒട്ടേറെ നൂതന ആശയങ്ങളുണ്ടെങ്കിലും സർക്കാരിന്റെയോ കൃഷിവകുപ്പിന്റെയോ പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ് ഷാജുവിന്റെ പരാതി. ന്യൂസ് 18 കാസർഗോഡ്.